കഴിഞ്ഞ എപ്പിസോഡിൽ ചിന്നുന്റെ അമ്മയും അവള് ഡാൻസ് കളിക്കുന്ന കണ്ട് ആ സ്റ്റേജിന്റെ അടുത്തേക്ക് ഓടിയെത്തി കാണും. പക്ഷെ അവിടെ ഇരിക്കുന്ന മൂമുമാണ് ഇവർക്ക് തെറ്റുപറ്റിപ്പോയതായിരിക്കും. ചിന്നു എന്തിന് ഇവിടെ ഡാൻസ് കളിക്കാൻ വരുന്നതെന്ന് പറഞ്ഞ് അവൾ ഇവിടെ നിന്ന് വിഷയം മാറ്റും. അതുകൊണ്ട് അവളുടെ അമ്മയും ഒരു ശനിക്ക് ആൾ മാറിപ്പോയതായിരിക്കും എന്ന് പറഞ്ഞ് അവരവിടെ നിന്ന് പോകും. ഇതേ സമയം ഷെന്നാണ് ചിന്നുവിനെ വിളിച്ചോണ്ട് അവൻ അവിടെ നിന്ന് രക്ഷപ്പെട്ട് പോയിക്കൊണ്ടിരിക്കും. അങ്ങനെ ഇത് കാണുന്ന അവൾ സന്തോഷത്തി അവന്റെ കൂടെ മരം വരെ പോകുമ്പോഴാണ് അവൻ ഇവളെ സുരക്ഷയായിട്ട് ആ സ്ഥലത്താക്കിയിട്ട് ഒന്നും പറയാതെ അവിടെ നിന്ന് പോകും. അതിനുശേഷം അന്ന് രാത്രി ഹനീനാണ് വീട്ടിൽ നിന്ന് അവളോട് പറയും, ചേച്ചി എനിക്കറിയാം അവിടെ നിന്ന് ഡാൻസ് കളിച്ചോണ്ടിരുന്ന നീയാണെന്ന്. നീ ഡാൻസ് കളിച്ചിട്ട് അവിടെ നിന്ന് രക്ഷപ്പെട്ട്. പക്ഷെ അമ്മയ്ക്ക് അതിനുശേഷമുള്ള ഡൗട്ടെല്ലാം ഞാനാ ക്ലിയർ ചെയ്ത്. എത്ര കഷ്ടപ്പെട്ടിട്ടാ നീ അല്ലെന്ന് അമ്മയെ മനസ്സിലാക്കിയെന്നറിയാം. എന്നാലും നീ നമ്മുടെ ചേച്ചിയെ പോലെ തന്നെ കിടിലായിട്ട് ഡാൻസ് ചെയ്ത് എന്നിന് ഇവനും പറയുമ്പം അവള് സന്തോഷത്തിൽ ഇവന് താങ്ക്സ് പറയും. എന്നിട്ട് ഇപ്പൊ അടുത്ത ദിവസം സ്കൂളിൽ വെച്ച് ചിന്നയുടെ ഭാഗത്ത് തെറ്റില്ലെന്ന് മനസ്സിലാക്കിയ അവളുടെ ക്ലാസ്സിൽ പഠിക്കുന്ന പെമ്പിള്ളെല്ലാരും കൂടെ കഴിക്കുന്ന സമയത്ത് ഇവളെ പിടിച്ച് അടുത്തെത്തിയിട്ട് പഴയതൊക്കെ മറന്നാളാ, ഇനി തൊട്ട് നമ്മളെ ഫ്രണ്ട്സാന്ന് പറഞ്ഞ് ഇവെല്ലാം ഹാപ്പി ആയിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കും. ഇതേ സമയം ഷെന്നാണ് ആ ഫ്രഞ്ച് ക്ലാസ്സിൽ ചെന്ന് പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് മറ്റേ നഴ്സിന് മെസ്സേജ് പറയും ഇവന്റെ അച്ഛന്റെ കേസ് ഇതുവരെ സോൾവ് ആയില്ലെന്ന്. അതുകൊണ്ട് ഇവനെ ചെന്ന് അച്ഛനോട് സംസാരിക്കാൻ വേണ്ടി പറയും. അതിനുശേഷം അവന് ക്ലാസ് കഴിഞ്ഞ് വീട്ടിലേക്ക് വരുമ്പോഴാണ് ഇവന്റെ അച്ഛനാണ് നീ എന്തോ ഇവിടെ എന്ന് പറഞ്ഞ് അദ്ദേഹം ഷോക്കാവും. അപ്പനാണ് അവനും എന്റെ വീട് ഞാൻ ഒന്നോടെ എന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ ചെന്നിരിക്കുമ്പോഴാണ് ഇവന്റെ അച്ഛൻ ഇവന് വേണ്ടി കുറെ ഫ്രഞ്ച് ബുക്കൊക്കെ വാങ്ങിച്ചു വെച്ചേക്കുന്ന അവൻ കാണുന്നത്. അങ്ങനെ അവൻ അതെടുത്ത് വായിച്ചു പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് അവന്റെ അച്ഛൻ ഇത് കണ്ട് അടുത്തേക്ക് വന്നിട്ട് നിന്നെ പഠിപ്പിക്കാൻ വേണ്ടി ഞാൻ വാങ്ങിച്ച, പക്ഷെ നിനക്ക് വലിയ യൂസ്ഫുൾ ആണ്, ഇതെടുത്തോണ്ട് പോയിക്കോന്ന് പറഞ്ഞ് അവനോട് പറയും. അതിനുശേഷം അന്ന് രാത്രി ഇവിടെ ചിന്നിനെ കഴിക്കാൻ വേണ്ടി ഫുഡായിട്ട് കടയിൽ നിന്ന് ഇവളുടെ കസിനും വരും. അതിനുശേഷം അവള് ചിന്നിനോട് ഇവളുടെ കസിൻ റോയ് ജോലി നിർത്തി അവൻ എപ്പോഴും സ്ഥലം വിട്ടെന്നറിയും. അതുകൊണ്ട് അവന്റെ വീട്ടുകാരും അവൻ എവിടെ പോയെന്നറിയാതെ കുറെ വിഷമിച്ചോണ്ടിരിക്കുക. അങ്ങനെ ഇത്ര സംഭവമൊക്കെ നടന്നെന്ന് അവളോട് പറയുമ്പം ചിന്നിയും അതൊക്കെ അവൻ ആവശ്യമില്ലാന്ന് പറഞ്ഞ് ഇവള് വലുതായിട്ട് മൈൻഡ് ചെയ്യത്തില്ല. അപ്പനാണ് ഇവളുടെ കസിനും പറയുന്നത്, ചിന്നു നിനക്കറിയാത്ത ഒരു കാര്യമുണ്ട്, നിന്റെ അച്ഛനമ്മയും നിന്നോടത് പറയാത്ത, നീ നിന്റെ കസിന്റെ കല്യാണം നിർത്തിയില്ലേ, അതിനുശേഷം അവന്റെ അച്ഛനമ്മയും ഫാമിലിയൊക്കെ വെറുതെ ഇരിക്കുന്നതാണെന്ന് വിചാരിച്ച് അവർ നിന്റെ സ്കൂളിൽ വന്ന് നിന്നെ നാണം കെടുത്താനാണ് തീരുമാനിച്ചിരുന്നത്. പക്ഷെ ആ സമയത്ത് നിന്റെ കസിൻ റൂയ ഈ പ്രായത്തിൽ നിന്നെ വെറുതെ ബുദ്ധിമുട്ടിക്കണ്ടെന്ന് പറഞ്ഞ് ആ പ്രശ്നമെല്ലാം സോൾവ് ആക്കിയ. ഒരു ശവം മാത്രം തടഞ്ഞില്ലായിരുന്നെങ്കിൽ പിന്നെ മൊത്തത്തിൽ വലിയ സീൻ ഉണ്ടായേനെ. കൂടാതെ എനിക്കും അറിയാം അവൻ ചെയ്ത തെറ്റൊക്കെ തന്നെയാ, പക്ഷെ ഒരു ക്ഷമ കൊടുക്കാൻ പറ്റാത്ത അത്രയ്ക്ക് മോശമായിട്ടുള്ള വില്ലനൊന്നല്ല അവൻ. ഏതിന് ഇവർ രണ്ടും കൂടെ സംസാരിച്ചോണ്ടിരിക്കും. അങ്ങനെ ആഹാരം കഴിച്ചതിന് ശേഷം ചിന്നു പുറത്തേക്ക് എത്തി നോക്കുമ്പോഴാണ് അവിടെ മൂമുവിന്റെ അച്ഛനെ ആംബുലൻസിൽ കൊണ്ടുവന്ന് ഇവള് കാണുന്നത്. അതിനുശേഷം അടുത്ത ദിവസം എന്തോ സംഭവം എന്നറിയാൻ വേണ്ടി അവള് മൂമുവിനെ ചെന്ന് നോക്കാൻ പോകുമ്പോഴാണ് അവളുടെ അച്ഛൻ വയ്യായിരിക്കുന്നുണ്ട്, അവളിപ്പോൾ ആശുപത്രിയിലാന്ന് പറയും. അതിനുശേഷം ക്ലാസ് കഴിഞ്ഞ് ഇവളും ഇവളുടെ അമ്മയോട് മൂമുവിനെ കാണാൻ പോകണമെന്ന് പറയുമ്പം അവളുടെ അമ്മയെ അവളെ വിളിച്ചോണ്ട് ആശുപത്രിയിലേക്ക് ചെല്ലും. അങ്ങനെ അതിനെ ശിവരൻ്റെ ഒറ്റയ്ക്ക് സംസാരിക്കാൻ വേണ്ടി അമ്മയും ചിന്നിനോട് മൂമുവിനെല്ലാം കഴിക്കാൻ വാങ്ങിച്ചോടെന്ന് പറഞ്ഞ് അവരെ കടയിലേക്ക് പോകാൻ പറയും. അതിനുശേഷം ചിന്നു വാങ്ങിച്ച് ഫുഡും കഴിച്ചോണ്ട് അവളാണെ വിഷമിച്ച് എന്റെ അച്ഛന് ലിവർ ക്യാൻസറാ, ഒരു സർജറി ചെയ്താൽ പോലും അദ്ദേഹം കുറച്ച് വർഷമേ ജീവനോട്ടിരിക്കത്തുള്ളൂ, പക്ഷെ സർജറി ചെയ്തില്ലെങ്കിൽ എന്റെ അച്ഛൻ പെട്ടെന്ന് തന്നെ മരിച്ചു. ഇതിനു മുമ്പ് എന്റെ അച്ഛൻ കുടിച്ചിട്ട് വീട്ടിൽ നിന്ന് പ്രശ്നം ഉണ്ടാക്കുമ്പോൾ അദ്ദേഹം മരിച്ചാൽ കൊള്ളായിരുന്നു ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ എന്റെ അച്ഛൻ എല്ലാ തെറ്റും മനസ്സിലാക്കി സന്തോഷത്തോടെ ഞങ്ങളോട് ജീവിക്കാൻ ആഗ്രഹിക്കുക. അതുകൊണ്ട് അച്ഛനും മരിക്കാൻ ആഗ്രഹമില്ല. എന്നാൽ ഞങ്ങളുടെ അതിനുള്ള പൈസ ഇല്ലാത്തതുകൊണ്ട് അമ്മയും പറഞ്ഞ് ഈ സർജറി കാരണം അച്ഛൻ എന്തായാലും ഗുണമാകാൻ പോകുന്നില്ലെന്ന്. കാരണം ഞങ്ങൾ ഇതിനു മുമ്പേ തന്നെ കടത്തിലിരിക്കുക, ഇനിയിപ്പോ ഈ സർജറിക്കുള്ള പൈസ കണ്ടെത്താൻ ഞങ്ങളെ കൊണ്ട് പറ്റത്തില്ല എന്നിന് അവളും പറഞ്ഞ് കരഞ്ഞോണ്ടിരിക്കുമ്പോഴാണ് ചിന്നി അടുത്തിരുന്ന് അവളെ സമ്മാനപ്പെടുത്തും. അതിനുശേഷം അന്ന് രാത്രിയാണ് ഇവിടെ ചിന്നിയുടെ വീട്ടിൽ അവളുടെ അച്ഛനമ്മയും കൂടെ മൂമുവിന്റെ അച്ഛന്റെ അസുഖത്തിനെ കുറിച്ചൊക്കെ സംസാരിച്ചോണ്ടിരിക്കും. അപ്പോഴാണ് അമ്മയും എനിക്ക് ഇതുപോലെ വല്ല അസുഖം വരുവാണ്, നിങ്ങൾ പൈസ ഒന്നും കൊടുത്ത് വേസ്റ്റ് ആക്കണം എന്നറിഞ്ഞ് അവരുടെയും കൂടെ സംസാരിച്ചോണ്ടിരിക്കും. അതിനുശേഷം അടുത്ത ദിവസം ചിന്നിയുടെ കടയിൽ ഫുഡ് അടിക്കാൻ വന്ന കുറെ ആന്റീസ് ഒക്കെ മൂമോയുടെ ഫാമിലിയെ കുറിച്ചായിരിക്കും പരദൂഷണം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ സർജറിക്ക് ഡോക്ടർ ചോദിച്ചാലും അടുത്ത സെക്കൻഡ് തന്നെ അവളുടെ അമ്മ പൈസ പറഞ്ഞത് വേണ്ടെന്ന് വെച്ചെന്ന് ഇവരൊക്കെ സംസാരിച്ചോണ്ടിരിക്കുമ്പം അതേസമയം അവിടെ കഴിക്കാനായിട്ട് മൂമോയുടെ അമ്മ അവിടേക്ക് വരും. അപ്പോഴാണ് ചിന്നുവിന്റെ അമ്മയും ഇവര് പറയുന്നത് കേൾക്കാതിരിക്കാൻ വേണ്ടി അവരെ അങ്ങ് സൈഡിലേക്ക് വിളിച്ചോണ്ടായി അവരെടുത്ത് ഫുഡ് കൊടുക്കും. അങ്ങനെ ഇവർ ചോദിക്കാത്ത കുറെ ഫുഡ് വെച്ചു കൊടുക്കുമ്പോഴാണ് മൂമുവിന്റെ അമ്മയും ഇതൊക്കെ ഞാൻ ഓർഡർ ചെയ്തില്ലെന്ന് പറയും. പക്ഷെ അവരാണ് അന്നും കുഴപ്പമില്ലെന്ന് അറിഞ്ഞ് ഇവരോട് സ്നേഹത്തിൽ തന്നെ ബിഹേവ് ചെയ്യും. എന്നിട്ട് ഇപ്പൊ ഇവിടെ സ്കൂളിൽ വെച്ചാണ് മൂമും ചിന്നും കൂടെ നടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇവരുടെ സൈക്കോളജിസ്റ്റ് ടീച്ചറും എയ്ഡ്സ് തടയാൻ വേണ്ടി അവര് കുറച്ച് ആക്ടിവിറ്റീസ് നടത്തിക്കൊണ്ടിരിക്കും. അപ്പോഴാണ് ഇത് കാണുന്ന ചിന്നുവാണ് ഇതെന്തോ സംഭവം എന്ന് പറഞ്ഞ് ചോദിക്കുമ്പം ടീച്ചർ ഇവളോട് ഇവൾക്ക് ഇത് പങ്കെടുക്കാൻ താല്പര്യമുണ്ട്, ഈ സ്ഥലത്തേക്ക് ഒന്നാതി പറഞ്ഞ് അവൾക്കൊരു കാർഡ് കൊടുക്കും. അങ്ങനെ എയ്ഡ്സ് തടയുള്ള ഒരു പരിപാടിയാണിത്. അതിനുശേഷം അന്ന് വൈകിട്ട് ഇവിടെ മൂമോയുടെ ആന്റീസ് എല്ലാം കൂടെ അവളുടെ അമ്മയോടൊന്ന് സംസാരിക്കും. ഒരേശം ഇവർക്ക് ട്രീറ്റ്മെന്റിനുള്ള പൈസ ഇല്ലെങ്കിൽ അതൊക്കെ ഇവരിതൊന്ന് സഹായിക്കാന്ന്. അതിനുശേഷം മൂമോ പഠിച്ചിറങ്ങിയ ശേഷം ഈ പൈസ എല്ലാം തിരിച്ചെന്നാ മതി പറയുമ്പം ഇതേക്ക് നമ്മയും വെറുതെ മൂമോവും കൂടെ കടത്തിലാവണ്ടെന്ന് പറഞ്ഞ് അവരിതിന് സമ്മതിക്കത്തില്ല. അങ്ങനെ അതിനുശേഷം അമ്മൂമ്മയും ദേഷ്യത്തി നീ കാരണം എന്റെ മോന്റെ ജീവൻ തന്നെ പോകുന്ന പറഞ്ഞ് അവർ തമ്മിൽ വഴക്കാകുമ്പോഴാണ് അവിടേക്കൊന്ന് മൂമും ചിന്നയും കൂടെ ഇവരെ തടയാൻ വേണ്ടി നോക്കും. അപ്പൊ അറിയാതെ ചിന്നും തറയിലേക്ക് വീഴാൻ നോക്കുമ്പം ഷെന്ന അവിടേക്കൊന്ന് അവളെ തടഞ്ഞു നിർത്തും. എന്നിട്ട് ഈ പ്രശ്നമെല്ലാം കഴിഞ്ഞിട്ട് മൂമോ അവളുടെ അച്ഛനെ കണ്ട് സംസാരിക്കുമ്പോഴാണ് അച്ഛനെ വിഷമിച്ച് എനിക്ക് എന്റെ മോള് പഠിച്ചിറങ്ങി കല്യാണം കഴിക്കുന്നതിനെ കാണാൻ ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞ് അദ്ദേഹം വിഷമിച്ചോണ്ടിരിക്കും. എന്നാലും അച്ഛൻ നിങ്ങളെ കുറെ ബുദ്ധിമുട്ടിച്ചോണ്ട് ഈ അവസ്ഥയ്ക്ക് ഞാൻ തന്നെ കാരണം എന്നറിഞ്ഞ്
അദ്ദേഹം കരഞ്ഞോണ്ട് പറയും, എന്നാലും നിങ്ങളെയൊക്കെ ഒറ്റയ്ക്കാക്കിട്ട് പോകുന്ന എനിക്കൊട്ടും സഹിക്കാൻ വയ്യെന്ന്. അങ്ങനെ അതും പറഞ്ഞ് അച്ഛൻ അവളോട് കരഞ്ഞോണ്ടിരിക്കുമ്പോഴാണ് ഇത് കണ്ട് ചിന്നിയും ഇവർ കുടിക്കാൻ വേണ്ടി വെള്ളം എടുക്കാൻ പോകും. അപ്പോഴാണ് അവൾ അവിടെ നോക്കുമ്പോൾ മൂമുന്റെ അമ്മ അവിടെ നിന്ന് പൊട്ടിക്കരഞ്ഞോണ്ടിരിക്കും. കാരണം അവർക്ക് സർജറി ചെയ്യാനൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷെ ഇത് കാരണം മൂമു കഷ്ടപ്പെടണമെന്ന് പറഞ്ഞാൽ അവരെയൊന്നും വേണ്ടെന്ന് വെക്കുന്നത്. അതേസമയം ഇവിടെ ഷെന്നി ഇവിടേക്ക് വന്നത് അവന്റെ അച്ഛന്റെ പ്രശ്നം സോൾവ് ചെയ്യാൻ വേണ്ടിയാ. അതുകൊണ്ട് മറ്റു നഴ്സിനെ കണ്ട് എന്റെ അച്ഛൻ ട്രീറ്റ്മെന്റ് ചെയ്ത് മരിച്ച ആ ലേഡിയുടെ ഹസ്ബൻഡ് ആരാന്ന് പറഞ്ഞ് ഇവനും ചോദിക്കും. അപ്പോഴാണ് അവരും പറയുന്നത് അവളുടെ ഹസ്ബൻഡ് അന്ന് ആ ട്രീറ്റ്മെന്റ് അന്നേ വന്നുള്ളു, അതിനേശം ഇങ്ങോട്ടേക്ക് വന്നിട്ടില്ല. കൂടാതെ ഈ കേസ് നടക്കുന്ന സമയത്തും അയാൾ ഈ സ്ഥലത്ത് പോലും ഇല്ല. അവളുടെ ഫാമിലിയാണ് ഈ കേസെല്ലാം ഏറ്റെടുത്ത് നടത്തുന്നത്. അങ്ങനെ അവർക്ക് നിന്റെ അച്ഛൻ്റെ അടുത്ത് നിന്ന് പൈസ വേണമെന്ന് പറഞ്ഞ് കേസ് കൊടുത്തെന്ന് പറയുമ്പോൾ ഇവനെങ്കിൽ പിന്നെ ആ മരിച്ചുപോയ ലേഡിയുടെ ഹസ്ബൻഡിനെ വിളിച്ചു നോക്കിയാൻ ചോദിക്കും. അപ്പോഴാണ് അവരും പറയുന്നത് അവരെ വിളിച്ചൊക്കെ നോക്കി, പക്ഷെ അയാളുടെ ഫോണിൽ ഇത് റീച്ച് ആയില്ല. പക്ഷെ എന്നാലും ഇവർ ആശുപത്രിയിൽ നിന്ന് പൈസ വേണമെന്ന് കേസിട്ടാലും ആ സർജറിയുടെ പൈസ ആരും ഇവിടെ ഒന്ന് അടച്ചിട്ടുണ്ട്. അതാരാന്ന് കണ്ടെത്തിയ ചിലപ്പോൾ ഈ പ്രശ്നം സോൾവ് ആയിരിക്കും എന്ന് പറഞ്ഞ് ഇവനോട് കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കും. എന്നിട്ട് അവൻ അവിടെ നിന്ന് വീട്ടിലേക്ക് പോകാൻ നോക്കുമ്പോഴാണ് പുറത്ത് നല്ല മഴ ആയതുകൊണ്ട് ചിന്നി അവിടെ തന്നെ നിൽക്കുന്ന ഇവൻ കാണുന്നത്. അപ്പോഴാണ് ഇവന് കുടയൊക്കെ എടുത്ത് മറച്ചു വെച്ചിട്ട് കുടയില്ലാത്ത പോലെ അവളുടെ അടുത്ത് നിൽക്കും. അപ്പോഴാണ് അവനും നിന്റെ കയ്യിലും കുടയില്ലെന്ന് പറഞ്ഞ് അവൻ അവളോട് സംസാരിക്കാൻ തുടങ്ങും. അപ്പോഴാണ് അവളും നിന്റെ അച്ഛന്റെ കേസൊക്കെ ഞാൻ അറിഞ്ഞായിരുന്നു പറഞ്ഞ് അതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അവനിതൊക്കെ ഡോക്ടേഴ്സിന് വരുന്ന പ്രശ്നമല്ല, അതൊന്നും അത്ര വലിയ സീനില്ലെന്ന് പറയും. എന്നിട്ട് ഇവർ രണ്ടുപേരും കൂടെ അടുത്തെന്ത് സംസാരിക്കുന്ന പറഞ്ഞ് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവനും അടുത്ത ഡോക്ടറാകാൻ വേണ്ടി അവൻ ഇവിടുന്ന് ഫ്രാൻസിൽ പഠിക്കാൻ പോകാന്ന് പറയും. അതുകൊണ്ട് ഇന്നിത്തൊട്ട് സ്കൂളിൽ വരുന്ന ചാൻസ് ഇല്ലെന്ന് പറയുമ്പോൾ ഇവളൊന്നും മിണ്ടാതെ സൈലന്റ് ആയിട്ട് തന്നെ ഇരിക്കും. അപ്പോഴാണ് അവനും അതിനർത്ഥം ചിലപ്പോൾ ഇതായിരിക്കും നമ്മൾ അവസാനമായിട്ട് കണ്ടുമുട്ടുന്നത്, നിനക്ക് എന്നോടൊന്നും പറയാനില്ല എന്നിട്ട് അവൻ ചോദിക്കുമ്പോഴാണ് അവളും കുറെ ആലോചിച്ച് നോക്കിയിട്ട് കൺഗ്രാജുലേഷൻ ഷൻ, ബെസ്റ്റ് ഓഫ് ലക്ക്, എങ്കിൽ പിന്നെ മഴയായിരുന്നു, ഞാൻ ഇവിടെ നിന്ന് പോവാ. എന്നിട്ട് അവളും പെട്ടെന്ന് പോകാൻ നോക്കുമ്പോൾ ഇവനാണ് അവളെ തടഞ്ഞു നിർത്തിയിട്ട് എന്റെ കുടയിൽ ഞാൻ ചുമ്മാ കള്ളം പറഞ്ഞ, അതുകൊണ്ട് നീ ഇത് കൊണ്ടുപോയിക്കോ. എന്നിട്ട് അവനും പറയുമ്പം അവളാണ് ഒരു നമ്മളിത് അവസാനമായിട്ട് കണ്ടുവിട്ടാണ് ഈ കുട ഇവനെ തിരിച്ചു കൊടുക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ് അവളത് വാങ്ങിക്കാതെ അവിടെ നിന്ന് പോകും. അങ്ങനെ അതിനുശേഷം അവള് മഴ നനഞ്ഞോണ്ട് വീട്ടിലേക്ക് വരുമ്പോഴാണ് ഇവളുടെ അമ്മയാണ് ദേഷ്യത്തി, ചിന്നിയോ നിന്റെ കൂട്ടുകാരിയുടെ അച്ഛന് സുഖമില്ലെന്ന് പറഞ്ഞ് നിനക്ക് ആശുപത്രി പോവാം, പക്ഷെ എന്നും പറഞ്ഞ് എല്ലാ ദിവസവും നീ അവിടേക്ക് പോകുന്നത് ശരിയാണോ? നീ ആദ്യം പഠിത്തത്തിൽ ഫോക്കസ് ചെയ്യാൻ നോക്ക്, നിന്റെ മെയിൻ എക്സാം വരിക. എന്നിട്ട് അമ്മയും പറയുമ്പം ഇത് കേട്ട് അവളാണ്, അമ്മേ ഒരു ജീവന്റെ വില എത്രയെന്ന് നിങ്ങൾ വിചാരിക്കുന്നത്? 1000 2000 അല്ലെ ഓരോ ജീവനും ഓരോ വിലയാണോ? നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ പണ്ട് ആശുപത്രി ചേച്ചിയിരുന്നപ്പോ ഞാൻ നിങ്ങളെ കാണാൻ വേണ്ടി വന്നായിരുന്നു. ആ സമയത്ത് നിങ്ങൾ എന്നെ പോകാൻ പറഞ്ഞ്, പക്ഷെ ഞാൻ അവിടെ ചെന്ന് ചേച്ചിയെ കണ്ടായിരുന്നു. ഒരു അന്ന് നിങ്ങൾ ചേച്ചിക്ക് ട്രീറ്റ്മെന്റ് ചെയ്യാൻ പറ്റാതെ അവൾ ഉപേക്ഷിച്ചാണോ? ഏതിന് അവളും കുറെ ചോദ്യം ചോദിക്കുമ്പം ഇവളുടെ അമ്മയെ പനിക്കുള്ള മരുന്ന് കൊടുത്തിട്ട് അവരും മിണ്ടാതെ റൂമിലേക്ക് അങ്ങ് പോകും. എടാ ആ ഫാമിലിക്ക് എന്തുവാടാ വേണ്ടേ? ആ പെണ്ണ് മരിച്ചിട്ടും സർജറിക്കുള്ള പൈസ ആ ഫാമിലി നിന്ന് ആരാണ്ട് തന്ന്, പക്ഷെ എന്നിട്ടിപ്പോ പൈസ നിന്റെ അച്ഛൻ്റെ അടുത്ത് നിന്ന് വേണമെന്ന് പറഞ്ഞ് കേസ് ഇട്ടേക്കുന്നു. എന്നിട്ട് ഇവന്മാർക്കൊന്നും മനസ്സിലാവാതെ അവനോട് ചോദ്യം ചെയ്യുമ്പം ഷെന്നാണ് ഒരു ആ പൈസ ഹോസ്പിറ്റലിൽ തന്നത് ആ മരിച്ചുപോയ ലേഡിയുടെ ഹസ്ബൻഡ് ആയിരിക്കും എന്ന് പറയും. അങ്ങനെ അതുകൊണ്ട് അവനിപ്പോ കിട്ടിയ നമ്പർ വെച്ച് അയാളൊന്ന് വിളിച്ചു നോക്കാൻ പറയുമ്പം ഇവന്റെ കൂട്ടുകാരനും ഇതൊക്കെ ഞാൻ ഏറ്റെടുത്തെന്ന് പറഞ്ഞ് അവന് വലിയ ആൾക്കാരെ കൂടി സംസാരിച്ചു നോക്കും. അപ്പോഴാണ് ഇത് കേട്ട് ഇവന്മാർ രണ്ടുപേരാണ് നീ ഒരു വലിയ സംഭവം തന്നെ എന്ന് പറഞ്ഞ് അവന്മാർ രണ്ടുപേരും സമ്മതിക്കും. അതിനുശേഷം ക്ലാസ് കഴിഞ്ഞ് വീട്ടിലേക്ക് വരുന്ന ചിന്നുവാണ് മറ്റേ എയ്ഡ്സ് എതിർക്കാൻ വേണ്ടിയുള്ള ആക്ടിവിറ്റിക്ക് ഇവളും പങ്കെടുക്കണം എന്നറിഞ്ഞ് ഈ പനീനോട് കുറച്ച് സമയം പുറത്തേക്ക് പോകാൻ അവകാശം ചോദിക്കും. അങ്ങനെ അതിന് പകരം ഇവളുടെ പോക്കറ്റ് മണിയൊക്കെ അവന് തരാന്ന് പറയും. അങ്ങനെ അതുകൊണ്ട് അവൾ ആ സമയം കൊണ്ട് ആ പരിപാടി ചെന്ന് പങ്കെടുക്കുമ്പോഴാണ് അവിടെ എയ്ഡ്സ് എന്തുവെന്നും അതെങ്ങനെ പകരുന്നെന്നെല്ലാം അവർ പാഠം പഠിപ്പിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ അതെല്ലാം കേട്ടതിന് ശേഷം ഇവളാണ് അവിടുത്തെ സാറിനോട് ഒരു സംശയം ചോദിക്കും, എയ്ഡ്സ് ഒന്നും ഒരാള് എല്ലാം കൺട്രോൾ ആണെങ്കിൽ അവർ പെട്ടെന്ന് തന്നെ മരിക്കാൻ സാധ്യത ഉണ്ടോന്ന്. അപ്പോഴാണ് ഇത് കേൾക്കുന്ന അദ്ദേഹവും അങ്ങനെ കൺട്രോൾ ആയിരിക്കുന്ന വ്യക്തി പെട്ടെന്ന് മരിക്കാൻ സാധ്യതയില്ല, ഈ രോഗം വന്നിട്ട് മരിക്കാൻ കുറെ വർഷങ്ങളാകും, പക്ഷെ ഇവള് പറഞ്ഞ പോലെ മരിക്കുവാണ് അതിന് കാരണം വേറെ എന്തെങ്കിലും ആയിരിക്കും എന്ന് പറഞ്ഞ് ഇവളെ പറഞ്ഞ് മനസ്സിലാക്കും. കാരണം ഇവൾ ഇവിടേക്കുള്ള വരാനുള്ള കാരണം തന്നെ ഈ ഒരു ചോദ്യം ചോദിക്കാനാ. കാരണം അവളുടെ ചേച്ചി എയ്ഡ്സ് കാരണം മരിച്ചില്ലെന്ന് ഇവൾക്ക് മനസ്സിലായി. അങ്ങനെ എന്തുകൊണ്ടായിരിക്കും അപ്പൊ ചേച്ചി പെട്ടെന്ന് മരിച്ചെന്ന് പറഞ്ഞ് ഇവള് തിരിച്ച് വീട്ടിലേക്ക് ചെല്ലുമ്പോഴാണ് വീട്ടിലങ്ങ് ആരും കാണത്തില്ല. അതുകൊണ്ട് അവൾ ഫോൺ എടുത്ത് അവളുടെ അമ്മയെ വിളിച്ചു നോക്കുമ്പോഴാണ് ഇവളൊരു കാര്യം അറിയാൻ വരുന്ന ഇവളുടെ അമ്മ ബോധം കെട്ട് വീന്ന് ഇപ്പൊ ആശുപത്രി കിടക്കുവാന്ന്. അങ്ങനെ അതോടെ ഇവള് മേടിച്ച് ആശുപത്രിയിലേക്ക് ഓടിയെത്തുമ്പോഴാണ് ഡോക്ടറും പറയും മറ്റേ വിഷമങ്ങൾ മാറ്റമുള്ള ഗുളിക ഇവർ കുറെ കഴിച്ചുകൊണ്ട് ബോധം കെട്ടുപോയതാണ്, അതുകൊണ്ട് ഇനി അളവിനെ അയച്ചാൽ പറഞ്ഞ് അവിടെ നിന്ന് പോകുമ്പോഴാണ് ഇതേക്കുന്ന ചിന്നിയും അനിയനും കൂടെ ഷോക്കാവും ഇവരുടെ അമ്മ ഇങ്ങനെ ഒരു ഗുളി കഴിക്കുന്ന കാര്യം അറിഞ്ഞ്. അങ്ങനെ അച്ഛനും അമ്മയൊക്കെ ഇവരോട് ആ സത്യം മറച്ചു വെച്ചിരുന്ന, കാരണം ചേച്ചി മരിച്ചതോടെ അമ്മ ഭയങ്കര ദുഃഖത്തിലേക്ക് അങ്ങ് പോയി. അങ്ങനെ അത് മാറാൻ വേണ്ടിയാണ് ആ ഗുളിക എപ്പോഴും കഴിക്കുന്നത്. അതിനുശേഷം ഇതിനെ കുറിച്ച് അടുത്ത ദിവസം അവളുടെ അച്ഛനോട് ചോദിക്കുമ്പോഴാണ് അവളുടെ അച്ഛനും പറയും എന്നും നിന്റെ അമ്മയൊക്കെ നടുവേദന എടുക്കുന്ന അറിഞ്ഞ ഗുളി കഴിക്കുന്ന പെയിൻ കില്ലർ എന്നല്ല,
അവളുടെ വിഷമങ്ങളൊക്കെ മാറ്റമുള്ള ഒരു ഗുളികയാണ്. അങ്ങനെ ഇവളുടെ ചേച്ചി മരിച്ചെന്നാണോ അന്നോട്ട് ഇവളുടെ അമ്മ മൊത്തത്തിൽ തകർന്നുപോയി. അങ്ങനെ ഓരോ ദിവസം ഉറക്കത്തി ഞാൻ കാരണത്തിൽ എന്റെ മോള് മരിച്ചതെന്നറിഞ്ഞ് അവരെല്ലാ സമയം അത് തന്നെ പറഞ്ഞ് കരഞ്ഞോണ്ടിരിക്കും. അങ്ങനെ നിന്നെ ഗ്രാമത്തിൽ ഒറ്റയ്ക്കാക്കിയത് എന്റെ അച്ഛന്റെ തെറ്റാന്നറിഞ്ഞ് അവരെന്ന് രാത്രി അത് പറഞ്ഞ് കരഞ്ഞോണ്ടിരിക്കും. അങ്ങനെ ആ സമയത്തൊക്കെ അച്ഛനും നമ്മുടെ ഒരു മോള് പോയാലും ബാക്കി രണ്ടുപേർക്ക് വേണ്ടി നമ്മൾ ജീവിച്ച പറ്റത്തുള്ളെന്നറിഞ്ഞ് അമ്മയെ സമാധാനപ്പെടുത്തിക്കൊണ്ടിരിക്കും. കൂടാതെ ഇവളുടെ ചേച്ചിയുടെ മരണത്തിന് ഇദ്ദേഹത്തിന്റെ ഫാമിലി ഒന്നും തന്നെ കൂടെ നിന്നില്ല. അങ്ങനെ അവളുടെ ശവം അടക്കാൻ പോലെ സ്ഥലം പോലും അവര് തരാത്തോണ്ട് അച്ഛൻ അങ്കിളും കൂടെ ആയിരിക്കും കുറെ ചോദിച്ച് അവരുടെ ഫാമിലി സ്ഥലത്ത് ഒരു ചെറിയ ഭാഗം അവർക്ക് കിട്ടുന്നത്. അങ്ങനെ അവളുടെ മരണം ഫാമിലിക്ക് മൊത്തം നാണക്കേടെന്ന് അച്ഛന്റെ ഫാമിലിയൊക്കെ വിചാരിച്ചിരിക്കുന്നത്. അതിനുശേഷം ഉറക്കത്തിൽ തന്നെ ഇവളുടെ അമ്മ എപ്പോഴും അവൾ അടക്കിയ സ്ഥലത്ത് നിന്ന് കരഞ്ഞോണ്ടിരിക്കും. അങ്ങനെ കുറെ കഷ്ടപ്പെട്ടിട്ട് അച്ഛനും ചെന്ന് അമ്മയെ സമാധാനപ്പെടുത്തി വിളിച്ചോണ്ടിരുന്നത്. അതിനുശേഷം ഇത് വീണ്ടും വീണ്ടും ആവർത്തിക്കുമ്പോഴാണ് അച്ഛനൊരു ആശുപത്രി ചെന്ന് അമ്മയെ കാണിക്കുമ്പോൾ മനസ്സിലാവുന്ന സ്വന്തം മോള് മരിച്ച വിഷമത്തിൽ ഇവര് കുറെ തകർന്നു ഇരിക്കുവാന്ന്. അതുകൊണ്ട് അവര് ഗുണമാകണ ഫാമിലി ആയിട്ട് നിങ്ങളെ സപ്പോർട്ട് ചെയ്താലേ പറ്റത്തുള്ളൂ എന്നറിഞ്ഞ് ഡോക്ടർ അച്ഛനെ കുറെ അഡ്വൈസ് ചെയ്ത് കാണും. അങ്ങനെ അതുകൊണ്ട് ഈ കാര്യമൊക്കെ അച്ഛൻ ഇപ്പൊ ചിന്നിനോട് പറഞ്ഞിട്ട് നിന്റെ അമ്മയെ കുറിച്ചുള്ള കാര്യമൊന്നും നീ അറിഞ്ഞായിട്ട് അമ്മയോട് കാണിക്കണ്ടെന്ന് ഇവളെ പറഞ്ഞ് മനസ്സിലാക്കും. ഇതേ സമയത്ത് ഷെന്നാണ് അവൻ ആ മരിച്ചുപോയ ലേഡിയുടെ ഹസ്ബൻഡിനെ കണ്ടെത്തി ഇപ്പൊ നേരെ അവിടേക്ക് ചെല്ലും. അപ്പോഴാണ് ടാക്സി ഡ്രൈവറും ഈ പ്രായത്തിൽ ഇത്രയും ദൂരം വന്ന് നിന്നെയൊക്കെ സമ്മതിക്കണം എന്നറിഞ്ഞ് അദ്ദേഹം കുറെ പൊക്കി പറഞ്ഞോണ്ടിരിക്കും. അതിനെ ശിവൻ ആ വ്യക്തിയെ കണ്ടുമുട്ടുമ്പോഴാണ് അദ്ദേഹം ഇപ്പോഴായിരിക്കും കാര്യം അറിയുന്നത് അവളുടെ ഫാമിലി ഇവന്റെ അച്ഛനെതിരെ പൈസ വെച്ച് കേസ് ഇട്ടെന്ന്. അതുകൊണ്ട് ഇങ്ങേര് വിഷമിച്ചിട്ട് അപ്പൊ തന്നെ ഷെന്നിന്റെ കൂടെ തിരിച്ച് ഇവിടേക്ക് വന്നിട്ട് അവന്റെ അച്ഛനെ കണ്ട് സംസാരിക്കും. ഞങ്ങളുടെ ഫാമിലി ചെയ്ത തെറ്റിനൊക്കെ സോറി, ഒരു ഭർത്താവായിട്ട് ഞാൻ ഈ കേസ് പിൻവലിക്കാൻ പോവാ. സോറി സാർ, എന്റെ ഭാര്യ കുറെ ആശുപത്രി ചെന്ന് കാണിച്ചായിരുന്നു, പക്ഷെ അവരാരും തന്നെ സർജറി ചെയ്യാൻ സമ്മതിച്ചില്ല. പക്ഷെ അവസാനമായിട്ട് ഞങ്ങളെ സഹായിച്ച സാറിനെ തന്നെ എന്റെ ഫാമിലി ഈ സിറ്റുവേഷൻ ആക്കിയതിന് ഞാൻ സോറി പറയുക. എന്നിന് അദ്ദേഹം കേസെല്ലാം പിൻവലിച്ചിട്ട് ഈ പ്രശ്നം ഇതോടെ അങ്ങ് സോൾവ് ചെയ്യും. അങ്ങനെ അതിനെ ഈ കാര്യം ചെയ്ത് ഷെന്നാന്ന് മനസ്സിലാക്കി അച്ഛൻ ഇപ്പൊ അവനെ കാണാൻ വേണ്ടി ആ മരത്തിന്റെ അവിടേക്ക് ചെല്ലും. എടാ, നീ ഫ്രഞ്ച് ക്ലാസ്സിൽ പോയിട്ട് കുറെ ദിവസം ഞാൻ അറിഞ്ഞായിരുന്നില്ല, എവിടായിരുന്നു? ഏതിന് അച്ഛൻ ചോദിച്ച് മനസ്സിലാക്കാൻ നോക്കുമ്പോൾ അവൻ അറിയാവുന്ന സാധനങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്, കുറച്ച് ദിവസം ക്ലാസ്സിൽ പോകത്തെന്നറിയും. അപ്പോഴാണ് ഇത് കിട്ട അവന്റെ അച്ഛനും, ഓ അപ്പൊ നീ ആയിട്ട് പറയത്തില്ല, നീ എന്നെ സഹായിച്ച കാര്യമൊക്കെ എനിക്കറിയാടാ, നീ എല്ലാം അങ്ങേരി ഇവിടെ വിളിച്ചോണ്ടെന്ന്. താങ്ക് യു മോനെ. എന്നിന് അച്ഛനും പറയുമ്പം ഇത് കേട്ട അവനും, ഓ എനിക്കൊന്നും ഇയാളുടെ താങ്ക് യു വേണ്ട, അതൊക്കെ ഇരിക്കട്ടെ അച്ഛാ, ഞാൻ ഇവിടെയുള്ള കാര്യം നിങ്ങൾ എങ്ങനെ അറിഞ്ഞ? എന്നിന് അവൻ ഷോക്കാകുമ്പോഴാണ് അച്ഛനും, എടാ കൊച്ചിലെ നിന്റെ അമ്മയെ കുറിച്ച് വിഷമിച്ച് നീ എപ്പോഴും ഇവിടെ അല്ലേ വരുന്നത്, നീ ഉറങ്ങിയതിനു ശേഷം ഞാനായിരിക്കും നിന്നെ എടുത്തോണ്ട് വീട്ടിലേക്ക് വന്നത്. ഏതിന് അച്ഛനും പറയുമ്പോഴാണ് ഇവനും മനസ്സിലാവുന്നത് അപ്പൊ പണ്ട് അപ്പൂപ്പനല്ലായിരുന്നു ഇവന്റെ അച്ഛനെ അവനെ പൊക്കി എടുത്തോണ്ട് പോകുന്നതിന്. ഇത്രയും സ്നേഹം കാണിച്ച് അച്ഛനാണ് ഞാൻ വെറുതെന്ന് അറിഞ്ഞ് അവനിപ്പോ തെറ്റെല്ലാം മനസ്സിലാക്കും. കൂടാതെ അച്ഛൻ ഇപ്പോഴായിരിക്കും മനസ്സിലാക്കുന്ന കൊച്ചിലെ അദ്ദേഹം വീട്ടിൽ വെച്ച് ഫുഡൊക്കെ വലിച്ചു വാരിയിട്ട് അവൻ ദേഷ്യപ്പെടാനുള്ള കാരണം ഇവൻ അവന്റെ അച്ഛനെ വെറുത്തിട്ടല്ല, അദ്ദേഹം ആശുപത്രിയിൽ നിന്ന് താമസിച്ചതുകൊണ്ട് ആ ഫുഡെല്ലാം വേസ്റ്റ് വിഷമത്തില് അവൻ അതൊക്കെ തട്ടിക്കളഞ്ഞെന്ന്. അതുകൊണ്ട് രണ്ടുപേരും പരസ്പരം അവരെ തെറ്റ് മനസ്സിലാക്കി ഇപ്പൊ സന്തോഷിച്ച് സംസാരിച്ചോണ്ടിരിക്കും. അതേസമയം ഇവിടെ ക്ലാസ് കഴിഞ്ഞ് എല്ലാവരും വീട്ടിലേക്ക് പോകുമ്പോഴാണ് ചിന്നി അറിയാൻ വരും ഷെനിന്റെ അച്ഛന്റെ കേസെല്ലാം സോൾവ് ആയെന്ന്. അങ്ങനെ അതുകൊണ്ട് അവൾ അതാലോചിച്ച് സന്തോഷപ്പെടും. എന്നിട്ട് അവൾ അവിടെ നേരെ മറ്റേ എയ്ഡ്സ് തടയാനുള്ള ആക്ടിവിറ്റിയിലേക്ക് പോകുമ്പോഴാണ് ഇവൾ അവിടുത്തെ സ്റ്റാഫായിട്ട് തന്നെ അപ്പോയിന്റ് ചെയ്യും. അതിനെ ഇവിടേക്ക് ഇതിനും വന്ന കുറച്ച് പേഷ്യൻസ് ഒക്കെ ഫോട്ടോ എടുക്കുമ്പോഴാണ് ചിന്നി ആ ഫോട്ടോയ്ക്കകത്ത് ഇവളുടെ ചേച്ചിയെ കാണും. അങ്ങനെ അത് കണ്ട് അവൾ വിഷമിച്ചിരിക്കുമ്പോഴാണ് ഇവളുടെ ടീച്ചറാണ് അവിടേക്ക് വന്നിട്ട് അവർക്കും കാര്യമെല്ലാം മനസ്സിലാവും. കാരണം ഇതിനു മുമ്പേ തന്നെ ഇവളുടെ ചേച്ചിയായിട്ട് അവർക്ക് പരിചയമുണ്ട്. അതുകൊണ്ട് അന്ന് ചിന്നിനെ കുറിച്ച് അവൾ കുറെ പറഞ്ഞിട്ടുണ്ടെന്ന് അറിഞ്ഞ് ഇവളായിട്ട് സംസാരിക്കുമ്പോൾ ചിന്നിയാണ് അവളുടെ ചേച്ചി അപ്പൊ എങ്ങനെയാ മരിച്ചതെന്ന് ഇവർക്കറിയാമെന്ന് ചോദിക്കും. അതിനുശേഷം അവളും തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോഴാണ് ഇവിടെ അനിയനാണ് ദേഷ്യത്തി ഇനി നിന്നെ സഹായിച്ച് എനിക്ക് പ്രശ്നങ്ങളൊന്നും വേണ്ടെന്നറിഞ്ഞ് അവന് പൈസയ്ക്ക് വേണ്ടി ഇവളെ സഹായം ചെയ്യത്തില്ലെന്നറിയും. അങ്ങനെ നിന്നെ ഒരു തവണ സഹായിച്ച പിന്നെ നടക്കുന്ന കുറെ ഇമോഷണലായ സാധനങ്ങളാന്ന് അറിഞ്ഞ് അവനെ ഒന്നും സഹിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ അതൊക്കെ ഇവനും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ചിന്നുവാണ് പെട്ടെന്ന് ഇവനോട് പറയും നമ്മുടെ ചേച്ചി മരിക്കാനുള്ള കാരണം എയ്ഡ്സ് അല്ല, അതൊരു സൂസൈഡ് ആണെന്ന്. ഇത് കേട്ട് അനിയനെ ഷോക്കാകുമ്പോഴാണ് അവൾ ആ കാര്യമൊക്കെ പറയുന്ന. ചേച്ചിക്ക് എയ്ഡ്സ് വന്നാലും അവൾ സന്തോഷത്തോടെ ജീവിച്ചോണ്ടിരുന്ന, പക്ഷെ അവൾക്ക് എയ്ഡ്സ് എന്ന കാര്യം ആരാണ്ട് ഓൺലൈനിൽ പോസ്റ്റ് ചെയ്ത് അങ്ങനെ അതോടെ നാട്ടുകാരെല്ലാരും കൂടെ അവളെ കുറിച്ച് മോശമായിട്ട് പറയുമ്പോഴാണ് അവളൊരു സിറ്റുവേഷനിൽ മരിക്കാൻ വേണ്ടി തീരുമാനം എടുത്തത്. അതുകൊണ്ട് ആ ഓൺലൈനിട്ട് ആരാണോ ആ വ്യക്തി പറഞ്ഞ നമ്മുടെ ചേച്ചി മരിച്ചോ എന്നറിഞ്ഞ് ഇവൾ എല്ലാ കാര്യം അനിയന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. അങ്ങനെ ചേച്ചി ആശുപത്രി ആയിരുന്നപ്പോ ഈ കാര്യം അറിഞ്ഞ് ഓരോ ദിവസവും കുറെ ആൾക്കാർ ഫോൺ വിളിച്ച് അവളെ കുറിച്ച് മോശമായിട്ട് സംസാരിക്കാറുണ്ട്. അങ്ങനെ ഇതൊക്കെ കേട്ട് അച്ഛനമ്മയും കുറെ വിഷമിച്ചാലും അവസാനം ചേച്ചിക്ക് ഇത് കണ്ട് സഹിക്കാൻ പറ്റാതെ അവൾ അടുത്തുള്ള കടലിൽ വീണ് സൂസൈഡ് ചെയ്ത് മരിച്ചുപോയി. അങ്ങനെ അത് കാണാൻ വരുന്ന അമ്മയാണ് മൊത്തത്തിൽ അതോടങ്ങ് തകർന്നു.
അതിനെ ഈ കാര്യമൊക്കെ മനസ്സിലാക്കുന്ന ചിന്നുമാണ് നമ്മുടെ അച്ഛനമ്മയും കൂടെ ചേച്ചിയുടെ സത്യങ്ങളൊക്കെ മറയ്ക്കാനുള്ള കാരണം നമ്മളും ചേച്ചിയെ പോലെ കഷ്ടപ്പെടണ്ടെന്ന് പറഞ്ഞ കാരണം ഓരോ വാക്കുകളും ഒരു മനുഷ്യനെ തന്നെ കൊല്ലുമെന്നറിഞ്ഞ് ഇവൾ ആ കാര്യം മനസ്സിലാക്കും. അതിനെ അവള് മനസ്സിൽ അവളുടെ ചേച്ചി ആ സിറ്റുവേഷനിലാക്കിയ ആ വ്യക്തി ആരാന്ന് കണ്ടെത്താൻ വേണ്ടി തീരുമാനിക്കും. കാരണം ആ വ്യക്തി ഓൺലൈനിൽ പോസ്റ്റ് ചെയ്തുകൊണ്ട് അവളുടെ ചേച്ചി മരിക്കേണ്ടി വന്ന്. എന്നിട്ട് ഇപ്പൊ അടുത്ത ദിവസം ക്ലാസ് ടീച്ചർ സാറും മറ്റന്നാളെ ഇവർ എൻട്രൻസ് എക്സാം എന്ന് പറഞ്ഞ് ഇവരൊക്കെ നല്ലോണം പഠിക്കാൻ വേണ്ടി പറഞ്ഞിട്ടും അപ്പോഴാണ് മൂമും ചിന്നിനെ കാണാൻ വന്നിട്ട് അവൾക്ക് പഠിക്കാൻ വേണ്ടി ഇവളുടെ സ്പെഷ്യൽ നോട്ട്സ് ഒക്കെ കൊടുക്കും. അതിനെ അവളും പറയും അവൾ അവളുടെ അച്ഛനെ ഗുണപ്പെടുത്താൻ വേണ്ടി തീരുമാനിച്ചെന്ന്. അങ്ങനെ അതുകൊണ്ട് ആന്റിയുടെ ഇന്ന് പൈസയൊക്കെ വെച്ച് ട്രീറ്റ്മെന്റ് ചെയ്ത് ഇവൾക്ക് ജോലി കിട്ടിയതിനു ശേഷം അതൊക്കെ സെറ്റിൽ ചെയ്യാനാണ് തീരുമാനിച്ചേക്കുന്നത്. ഇത് കേട്ട് ചിന്നിയാണ് ഷോക്കായിട്ട് നീ തീരുമാനത്തിനെ കുറിച്ച് കുറെ ആലോചിച്ചെന്ന് പറഞ്ഞ് അവളോട് ചോദിക്കുമ്പോൾ മൂമും അവൾക്ക് അവളുടെ അച്ഛനെ കുറെ ഇഷ്ടമെന്ന് പറഞ്ഞ് അതുകൊണ്ട് അവൾ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തെന്ന് പറയും. അങ്ങനെ അച്ഛനെക്കാലം വലുതല്ല ഞാൻ പെടാൻ പോകുന്ന കഷ്ടമെന്ന് പറഞ്ഞ് അവൾ ഇവളോട് ആ കാര്യം പറയും. ഇവളുടെ അമ്മ വിഷമിച്ചത് പൈസയെ കുറിച്ച് പേടിച്ചിട്ടൊന്നല്ല, ആ പൈസയ്ക്ക് വേണ്ടി ഇവള് ഫ്യൂച്ചർ കഷ്ടപ്പെടുന്ന ഒരേ അമ്മ ഈ അവസ്ഥ ഉണ്ടായിരുന്ന പോലും അമ്മയും ട്രീറ്റ്മെന്റ് വേണ്ടെന്നായിരിക്കും പറയാൻ പോകുന്നത്. അതുകൊണ്ട് ഇവളിപ്പോ ഇങ്ങനെ ഡിസിഷൻ എടുക്കാനുള്ള കാരണം ഷെന്നി ഇവളെ പോലെ ധൈര്യമായിട്ട് ഒരു പ്രാവശ്യങ്ങളിൽ ഇരിക്കാൻ വേണ്ടിയാ. അങ്ങനെ അതും പറഞ്ഞ് ഇവര് സംസാരിച്ചുകൊണ്ടിരിക്കും. അതിനുശേഷം ചിന്നുവിന്റെ അമ്മ അവളെ വിളിച്ചോണ്ടാൻ വേണ്ടി വരുമ്പോഴാണ് ഇവളെ അമ്മയെ കണ്ടിട്ട് മൂമു പറഞ്ഞ കാലേച്ച് നോക്കും. ഇവളറിയാതെ ഇവളുടെ അമ്മ മൂമോട് അമ്മയെ കാണാൻ വേണ്ടി പോയായിരുന്നു. ആ സമയത്ത് അവരുടെ പാസ്റ്റ് ലൈഫിനെ കുറിച്ച് പറഞ്ഞ് ഇവളുടെ ചേച്ചി മരിച്ചതിന് ശേഷം ആശുപത്രിയുടെ ജനാലയിൽ നിന്ന് ഇവളുടെ അമ്മയെ ചാടി മരിക്കാൻ നോക്കിയിട്ടുണ്ട്. പക്ഷെ ആ സമയത്ത് ഇരുന്ന് 2 നഴ്സായിരിക്കും ഇവളുടെ അമ്മയെ തടഞ്ഞു നിർത്തിയത്. അങ്ങനെ അതൊക്കെ ആലോചിച്ച് നോക്കിയിട്ട് ഇപ്പൊ ചിന്നുവാണ് അവളുടെ അമ്മയെ പുറയിരുത്തിയിട്ട് ഇവള് സൈക്കിൾ ഓട്ടിക്കാൻ പറയും. അതിനുശേഷം അവളും അവളുടെ അമ്മയെ ബുദ്ധിമുട്ടിപ്പിക്കാതിരിക്കാൻ വേണ്ടി ഡോർ അടിക്കാനുള്ള താക്കോലും ഇവളതിന് ഡീസന്റ് ആയിട്ട് എടുത്തു കൊടുക്കും. അതിനുശേഷം അവളും പറയും ഇനി തൊട്ട് അമ്മ കഷ്ടപ്പെട്ട് ഇവൾക്ക് ആഹാരം തരാൻ വേണ്ടി കടയിൽ നിന്ന് ഇവിടം വരെ വരണ്ടെന്ന്. കൂടാതെ കാലു വയ്യാതെ സ്കൂളിൽ ഇവരെ കൊണ്ടാക്കാനും വിളിച്ചോണ്ടുപോകാനും വരണ്ട. ഒരു ശിവർക്കൊല്ല സംശയം വരാണ് അടുത്തുള്ള ആൾക്കാർ വിളിച്ച് ചോദിച്ചാൽ മതി ഇവള് വീട്ടിൽ വന്ന കാര്യം അറിയുമെന്ന് പറയും. അങ്ങനെ ഇനി അമ്മയെ ഞാൻ ബുദ്ധിമുട്ടിപ്പിക്കത്തില്ലെന്ന് അവളും പറഞ്ഞോടെ ഇത് കേട്ട് അമ്മയും കുറച്ച് ഇമോഷണലായി അവിടെ നിന്ന് പോകും. എന്നിട്ട് ഇപ്പം അടുത്ത ദിവസം ചിന്നോടെ പേരൻസ് കടയിൽ നിന്ന് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഇവർക്ക് ഗ്രാമത്തിൽ നിന്ന് ഫോൺ കോൾ വരും. അപ്പം ബാത്റൂമിൽ തന്നെ അടിച്ച് ഇപ്പം കിടപ്പിലായെന്ന്. അങ്ങനെ അതുകൊണ്ട് അമ്മയും ഡ്രസ്സെല്ലാം പാക്ക് ചെയ്ത് അദ്ദേഹത്തെ നോക്കിക്കോളാൻ വേണ്ടി ഗ്രാമത്തിലേക്ക് പോവുക. അപ്പോഴാണ് ഇത് കണ്ട് ചിന്നയാണ് ദേഷ്യത്തി അപ്പൂപ്പനെ നോക്കിക്കോളാൻ മാത്രം നിങ്ങളെ വേണം, പക്ഷെ സ്വത്തെല്ലാം കൂടെ നമുക്കരാതെ ബാക്കിയെല്ലാം ഫാമിലിക്കല്ലേ കൊടുത്തതെന്ന് പറഞ്ഞ് അമ്മയെ പോകണ്ടെന്ന് പറയും. കാരണം ഇവളുടെ അമ്മ തന്നെ ഇപ്പോൾ വയ്യാതിരിക്കുക. അതുകൊണ്ട് ഇതൊക്കെ എന്തോ ന്യായം എന്നറിഞ്ഞ് അവളും കാര്യം ചോദിക്കുമ്പം അവളുടെ അച്ഛനമ്മയും കൂടെ പറയും എന്തായാലും അവരൊക്കെ നമ്മുടെ ഫാമിലി അല്ലേ, കൂടാതെ നിങ്ങളൊക്കെ വളർന്നതിന് ശേഷം ഞങ്ങളും വയസ്സാം കാലത്ത് ആ ഗ്രാമത്തിലേക്ക് പോകാൻ പോകുന്നത്. അതുകൊണ്ട് ഇതൊന്നും ആലോചിച്ചിട്ട് കാര്യമില്ല ചിന്നു. എന്നിന് അച്ഛനും അമ്മയെ കൊണ്ടാക്കാൻ വേണ്ടി പോകും. അപ്പോഴാണ് ഇതെല്ലാം കണ്ട അനിയനും ഇനി തൊട്ട് നിന്നെ തടയാൻ ആരുമില്ല ചിന്നു എന്നറിഞ്ഞ് അനിയൻ അവിടെ നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ അമ്മ പോയി ഏകദേശം 2 മാസമായി. ഇതുവരെ അവർ തിരിച്ചെത്തിയിട്ടില്ല. അതുകൊണ്ട് കടലിലെ ജോലിയെല്ലാം നോക്കുന്നത് ചിന്നുവാണ്. അങ്ങനെ അവളും കുറെ സഹായമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് അവിടെ അടുത്തുള്ള ലേഡീസൊക്കെ സംസാരിച്ചിട്ട് പറയും ഇന്നലെ രാത്രി മൂമ്മന്റെ അച്ഛൻ മരിച്ചോ എന്ന്. അങ്ങനെ ഇത് കേട്ട് അവളാണ് ഷോക്കാവും. അതിനുശേഷം ഇവളും തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോഴാണ് അമ്മയെ ഫോൺ വിളിച്ചിട്ട് ഗുഡ് നൈറ്റ് കുറെ സമയം ഓൺ ആക്കി വെക്കില്ലെന്ന് പറഞ്ഞ് ഇവളെ കുറെ അഡ്വൈസ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ അവൾ അതൊക്കെ ഞാൻ നോക്കിക്കോളാം അമ്മയെന്ന് പറഞ്ഞ് അവരെ ആശ്വാസപ്പെടുത്തി ഫോൺ കട്ട് ചെയ്യും. അപ്പോഴാണ് ഇതെല്ലാം കേട്ട് അനിയനാണ് ചേച്ചി നീ ഇപ്പൊ ആള് മൊത്തത്തിൽ മാറിപ്പോയല്ലേ, അമ്മയോട് എത്ര നിന്റെ സമാധാനത്തിലാ സംസാരിക്കുന്ന, സത്യം പറ നീ ചുമ്മാ അഭിനയിക്കുമല്ലേ. എന്നിട്ട് ഇവനും കളിയാക്കുമ്പോഴാണ് അവൾ അനിയനോട് ദേഷ്യപ്പെടും. അതിനുശേഷം ചിന്നിനെ കാണാൻ വേണ്ടി മൂമ അവിടേക്ക് വരും. എന്നിട്ട് ഇവർ രണ്ടും കൂടെ സംസാരിക്കുമ്പോഴാണ് ഒരാൾ മരിച്ചതിന് ശേഷം കുറെ കാര്യങ്ങൾ ചെയ്യാണ്ടെന്ന് പറഞ്ഞ് അവൾക്ക് ഇപ്പോഴെല്ലാം മനസ്സിലായെന്ന് പറയും. അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് ഇവരുടെ വീട്ടുപത്രത്തിരുന്ന് ഇവളുടെ അച്ഛന്റെ പേര് ക്യാൻസൽ ചെയ്യാൻ വേണ്ടി പോയി. ഇനിയിപ്പോൾ ആ വീട്ടിൽ ഞാൻ എൻ്റെ അമ്മയും കൂടെ ഉള്ളെന്ന് പറഞ്ഞ് അവളും ചിന്നിനോട് ഇമോഷണലായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കും. അതിനുശേഷം മൂമ്മ ഇവിടുന്ന് പോകുന്നതിന് മുമ്പേ ചിന്നിനോട് ഒരു കാര്യം പറയും ഇവൾ അച്ഛന്റെ ട്രീറ്റ്മെന്റിന് വേണ്ടി വാങ്ങിച്ച പൈസയൊക്കെ ഇനി അടയ്ക്കാനുണ്ട്. അങ്ങനെ അതുകൊണ്ട് ഇവളിപ്പോൾ കോളേജിൽ ചേരാൻ വേണ്ടി വേറെ സിറ്റിയിലേക്ക് പോകുന്നത്. അവിടെ ചെന്ന് അവളുടെ അമ്മയായിട്ട് സെറ്റിലായി ഈ കടമൊക്കെ അടയ്ക്കാൻ അവൾ പ്ലാൻ ചെയ്തേക്കുന്നത്. കൂടാതെ അച്ഛനും മരിച്ചുകൊണ്ട് ഇവളെ സഹായിച്ച ഇവളുടെ ആന്റിമാരൊക്കെ അവർ തന്ന പൈസ ഒന്നും തിരിച്ചു കണ്ട അതിനുപകരം ഇവർ സന്തോഷമായിട്ട് ജീവിച്ചോ എന്ന് പറഞ്ഞ് അവർ പറഞ്ഞ കാര്യങ്ങളൊക്കെ പറയും. അപ്പം ഇതെല്ലാം കേട്ട് ചിന്നിയും എങ്കിൽ പിന്നെ അവിടെ പോയതിനു ശേഷം നീ ഇങ്ങോട്ടേക്ക് തിരിച്ചു വരാൻ ചോദിക്കുമ്പോൾ അവൾക്ക് അതിനെക്കുറിച്ചൊന്നും പിടിയില്ലെന്ന് പറയും. കാരണം ഇനിയിപ്പോൾ ഇവൾക്ക് സ്വന്തമായിട്ട് ഒരു വീട് പോലും ഇവിടേക്കില്ല. ഒരു ഇവളോടെല്ലാം സംസാരിക്കാൻ തോന്നുവാണ് ഫോൺ കോളോ അല്ലെങ്കിൽ ഒരു ലെറ്റർ ചെയ്താൽ മതി എന്ന് പറയും. അതിനുശേഷം അവളും ഇതുവരെ ഇവളോട് പറയാത്ത സീക്രട്ട് ഉണ്ടെന്ന് അറിഞ്ഞ് ഇവൾക്ക് ശനിന് ഇഷ്ടമായിരുന്നു പറയുമ്പോൾ ഇത് കേൾക്കുന്ന ചിഹ്നമാണ് അവൾക്ക് അതൊക്കെ പണ്ടേ മനസ്സിലായെന്ന് പറയും. അങ്ങനെ അതും പറഞ്ഞ് ഇവർ രണ്ടിനും കൂടി ചിരിച്ചുകൊണ്ടിരിക്കും. അതേസമയം ഷെന്നാണ് അവന്റെ അച്ഛനെ കാണാൻ വേണ്ടി ആശുപത്രിയിലേക്ക് വരുമ്പോഴാണ് ഇത് കാണുന്ന നഴ്സും എല്ലാ സമയം നിന്റെ അച്ഛനെ കാണാൻ വേണ്ടി ഇപ്പൊ ഇവിടേക്ക് വരുവാണല്ലോ എന്ന് പറഞ്ഞ് അവനടിച്ചിട്ട് സംസാരിച്ചോണ്ടിരിക്കും. അപ്പോഴാണ് ഇവർ ഹെഡ് നഴ്സാണ് ഇവർക്ക് ഡേറ്റിംഗ് ഫിക്സ് ചെയ്യാൻ വേണ്ടി വീണ്ടും അവിടേക്ക് വരും. ഇത് കണ്ട് ഇവരും പേടിച്ചു പോയിട്ട് ഞാൻ ഇവിടെ ഉള്ള കാര്യം ഒന്ന് പാര വെച്ച് കൊടുക്കല്ലേ എന്ന് പറഞ്ഞ് ഷെന്നിനോട് സഹായം ചോദിക്കും. അപ്പോഴാണ് അവൻ ആ നഴ്സിനോട് അവരെവിടെ പോയെന്ന് എനിക്ക് അറിയത്തില്ലെന്ന് ഇവരെ അങ്ങ് പറഞ്ഞയക്കും. അതിനുശേഷം രണ്ടുപേരും അവിടെ നിന്ന് നൈസിന് എസ്കേപ്പ് ആകുമ്പോഴാണ് ഷെന്നും നിങ്ങൾക്ക് ഡേറ്റിന് പോകാൻ താല്പര്യമൊന്നുമില്ലെന്ന് പറഞ്ഞ് ഇവൻ അതിനെക്കുറിച്ച് ചോദിക്കും. അപ്പോഴാണ് അവരും ദേഷ്യത്തി നിനക്ക് വല്ല അടി വേണം ചേർക്കാന്ന് പറഞ്ഞ് അവരും തമാശയിൽ ചോദിക്കുമ്പോൾ അവനെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ഒരാൾ ഇഷ്ടമായിരുന്നെങ്കിൽ അയാളെ തന്നെ ഫോളോ ചെയ്യാൻ ഞാനും സപ്പോർട്ട് ചെയ്യാന്ന് ഇവർ
അവർക്ക് ഇവന്റെ അച്ഛനും കൂടെ സമ്മതം കൊടുക്കും. പക്ഷെ അവർക്ക് അത് പിടികിട്ടത്തില്ല. അതിനുശേഷം അവന്റെ അച്ഛനെ കാണാൻ വന്നിട്ട് എങ്കിൽ പിന്നെ അച്ഛനോട് പറഞ്ഞ് മനസ്സിലാക്കാന്ന് മറ്റേ നഴ്സ് കുറെ ബ്ലൈൻഡ് ആയിട്ട് പോകാന്നറിഞ്ഞ് ഇവന്റെ അച്ഛനെ അസഹ്യപ്പെടുത്താൻ നോക്കും. അപ്പോഴാണ് അച്ഛൻ ഇതെല്ലാം കേട്ട്, എടാ മോനെ, നീയും പരദൂഷണം പറയുന്നത് ഞാൻ അറിഞ്ഞില്ല കേട്ടോ. ഇതിന് അവനെ കളിയാക്കുമ്പം അവനും തിരിച്ചു പറയും, ഓ പിന്നെ ഞാൻ ചുമ്മാ പറഞ്ഞതേ ഉള്ളു, അവരെ കാണാനും നല്ല ലുക്ക, പിന്നെ വല്ലാമ സെറ്റാക്കിട്ട് പോയാ പിന്നെ അച്ഛനെ ഇവിടെ നിന്ന് വിഷമിക്കില്ല. ഏതിന് ഇവൻ പറയുമ്പം അച്ഛന് ശരി വന്നിട്ട്, എടാ ഞാൻ ഇതിനു മുമ്പ് സ്നേഹിച്ച പെണ്ണിനെ കുറിച്ച് തന്നെയാണോ നീ പറയുന്നത്? ഒരേ അവളെല്ലാം പയ്യന്മാർ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എങ്കിൽ പിന്നെ എന്റെ അനുഗ്രഹം അവൾക്ക് ഇരിക്കട്ടെ. ഏതിന് അച്ഛൻ പറയുമ്പം ഇവൻ എങ്ങനെയൊക്കെ ഇവർ സെറ്റാക്കണം എന്ന് പറഞ്ഞ് അവനൊരു പ്ലാൻ ചെയ്തോണ്ടിരിക്കും. അപ്പോഴാണ് ഇവന്റെ അച്ഛനൊരു അവാർഡ് കിട്ടാൻ പോകുന്ന കാര്യം അറിഞ്ഞ് ആ ദിവസം അച്ഛൻ്റെ കൂടെ ഇവന് വരാൻ പറയും. അതുകൊണ്ട് അച്ഛനും അവാർഡ് വാങ്ങിക്കുന്ന മുമ്പേ ഷെന്നിന് വേണ്ടി വെയിറ്റ് ചെയ്തോണ്ടിരിക്കുമ്പോഴാണ് കുറെ ആൾക്കാരും ഇദ്ദേഹം അകത്തേക്ക് വരുന്നില്ലേം ചോദിക്കും. അപ്പോഴാണ് അച്ഛനും എന്റെ മകന് വേണ്ടി വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞ് അവിടെ സന്തോഷത്തിൽ വെയിറ്റ് ചെയ്തോണ്ടിരിക്കും. അപ്പോഴാണ് അവിടേക്ക് വരുന്ന ഇദ്ദേഹത്തിന്റെ ലവർ ആയിരിക്കും. അങ്ങനെ അവരെ വിളിച്ചു വരുത്തിയത് ഷെന്നാണ്. അതോടെ അച്ഛന് കാര്യമെല്ലാം പിടിയിട്ടിട്ട് അപ്പൊ തന്നെ ഷെന്നിനെ വിളിക്കും. എടാ എന്തുവാടാ നീ പ്ലാൻ ചെയ്യുന്നത്? അച്ഛാ ഞാൻ നിങ്ങൾ സെറ്റാക്കാൻ നോക്കുക, ഇതാ നിങ്ങൾക്ക് കിട്ടിയ നല്ല ചാൻസ്, പെട്ടെന്ന് അവരെയും വിളിച്ചോണ്ട് ഇപ്പൊ തന്നെ നിങ്ങൾ സെറ്റ് ആയിക്കോ, എന്റെ അനുഗ്രഹം അച്ഛൻ എപ്പോഴും ഉണ്ട്. എന്നിന് അവനും പറഞ്ഞ് അവർക്ക് ഫോൺ കൊടുക്കാൻ വേണ്ടി പറയും. ഇതോടെ അച്ഛനും ടെൻഷനായി അവരുടെ ഫോൺ എടുക്കുമ്പോഴാണ് അവൻ എന്റെ അച്ഛനെ നിങ്ങളുടെ ഇപ്പൊ ഏൽപ്പിക്കാന്ന് പറഞ്ഞ് അവനിനി തൊട്ട് ഇവർ ആന്റിന്ന് വിളിച്ചോളാം പറയും. അതുകൊണ്ട് ഇവർ രണ്ടുപേരും കൂടെ ഇവിടെ ശയ്യായിരിക്കുമ്പം അച്ഛനെങ്കിൽ പിന്നെ നമുക്ക് അവാർഡ് വാങ്ങിക്കാൻ പോയാലോന്ന് പറഞ്ഞ് ഇവരെ വിളിക്കുമ്പം ഇപ്പൊ മിക്കവാറും നമ്മൾ ഒരുമിച്ച് പോയാൽ പിന്നെ എല്ലാവർക്കും നമ്മുടെ കാര്യം മനസ്സിലാവുന്ന ആ നഴ്സ് പേടിക്കും. പക്ഷെ സത്യത്തിൽ അവർക്ക് ഇത് താല്പര്യമുണ്ട്. അപ്പോഴാണ് ഇത് മനസ്സിലാക്കുന്ന അച്ഛനാണ്, ആരെന്തു ചോദിച്ചാൽ നമുക്കെന്ത്, നമ്മുടെ ബന്ധം അറിയുകയാണെ അറിഞ്ഞോട്ടെ. എന്തിന് അച്ഛനെ സന്തോഷത്തിൽ അവരെ വിളിച്ചോണ്ട് അകത്തേക്ക് വിളിച്ചോണ്ട് പോകും. അതിനുശേഷം ഇവിടെ ചിന്നുവിനാണ് ഇവളുടെ മറ്റേ സൈക്കോളജിസ്റ്റ് ടീച്ചറും വിളിച്ചിട്ട് ഇവളുടെ ഒരു ടേപ്പ് റെക്കോർഡ് കൊടുക്കും. കാരണം ഇവളുടെ ചേച്ചി ഇതിനു മുമ്പ് ഇവിടെ റെക്കോർഡ് ചെയ്ത കാര്യങ്ങളാ, അതുകൊണ്ട് ഇവൾക്ക് ചിലപ്പോൾ ഇത് യൂസ്ഫുൾ ആയിരിക്കും എന്ന് പറഞ്ഞ് അവളുടെ ഏൽപ്പിക്കും. അതിനുശേഷം അത് എടുത്തോണ്ടെന്ന് ചിന്നി വീട്ടിൽ നിന്ന് പ്ലേ ചെയ്യുമ്പോഴാണ് ഇവളുടെ ചേച്ചി അവിടെ വെച്ച് സംസാരിച്ച കാര്യങ്ങളൊക്കെ ഇവൾക്കിപ്പോൾ കാണാൻ പറ്റും. അപ്പോഴാണ് അവളുടെ ചേച്ചി വിഷമിച്ച്, ഞാൻ ജനിക്കുമ്പോൾ തന്നെ ഒരു പെൺകുട്ടിയാണെന്നറിഞ്ഞ് എൻ്റെ അപ്പൂപ്പനും അമ്മമ്മയും ആശുപത്രിയിൽ നിന്ന് പോയ കാര്യം ഞാൻ അറിഞ്ഞായിരുന്നു. ഒരുപക്ഷെ ഞാൻ ജനിച്ചത് എൻ്റെ ഫാമിലിയുള്ള ആർക്കും ഇഷ്ടപ്പെട്ടില്ലെന്ന് തോന്നുന്നു. എന്നാലും അന്നൊട്ട് ഞാൻ എൻ്റെ അച്ഛനമ്മയും കൂടെ ഭയങ്കര സന്തോഷമായിട്ടാണ് ജീവിച്ചത്. അവരെന്നെ സിറ്റിയിലേക്ക് വിളിച്ചുകൊണ്ടുപോയി എന്നെ നല്ലോണം നോക്കിക്കൊണ്ടിരുന്ന. ആ സമയത്ത് ഞങ്ങളുടെ അധികം പൈസ ഒന്നും ഇല്ലായിരുന്നു. പക്ഷെ ഞാൻ അവർ ഒരേ ഒരു കുട്ടിയായതുകൊണ്ട് എന്നെ മഹാറാണി പോലെ അവർ നോക്കിക്കൊണ്ടിരുന്നത്. അന്ന് എനിക്ക് 6 വയസ്സേ ഉള്ളായിരുന്നു. ആ ദിവസങ്ങളെല്ലാം എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല. കാരണം ഞാൻ ആകെ സന്തോഷമായിട്ടിരുന്ന ആ ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. അതിനുശേഷം എൻ്റെ അനിയത്തി ചിന്നു ജനിച്ച് അവളൊരു പെൺകുട്ടിയായി പോയി. അതുകൊണ്ട് എൻ്റെ അച്ഛൻ്റെ ഫാമിലിയൊക്കെ തീരുമാനിച്ച് 2 പെൺകുട്ടികളെ നോക്കാൻ പറ്റാത്തതുകൊണ്ട് ഒരാളെ അവരുടെ കൂടെ ഏൽപ്പിക്കാൻ. അങ്ങനെ അതുകൊണ്ട് അമ്മയും അച്ഛനും കൂടെ മനസ്സില്ലാതെ എന്നെ ഗ്രാമത്തിൽ കൊണ്ടാക്കി. പക്ഷെ എനിക്കാണ് ആ ഗ്രാമത്തിൽ ജീവിക്കാൻ ഒട്ടും തന്നെ താല്പര്യമില്ലായിരുന്നു. കാരണം എൻ്റെ അച്ഛനമ്മയും കൂടെ സിറ്റിയിലാണ് താമസിക്കുന്നത്. പിന്നെ എൻ്റെ ഇളയനിയൻ ജനിച്ച ഉടനെ ആരും എന്നെ മൈൻഡ് പോലും ചെയ്തില്ല. ഒരു ശവൻ ജനിച്ചതിന് ശേഷം എന്നെ സിറ്റിയിലേക്ക് വിളിച്ചോണ്ടെന്ന് വിചാരിച്ച. പക്ഷെ എൻ്റെ അച്ഛനമ്മയും അവർ പ്രോമിസ് ചെയ്ത പോലെ എന്നെ അവരോട് വിളിച്ചോണ്ട് പോയില്ല. ഞാൻ എൻ്റെ ഫാമിലിക്ക് ഒരു വലിയ ഭാരം, അവർക്ക് ആർക്കും തന്നെ എന്നെ വേണ്ട. ആ സമയത്ത് എൻ്റെ കസിൻ റൂയി മാത്രമേ എൻ്റെ കൂടെ നിന്നുള്ളൂ. അതുകൊണ്ട് തന്നെ എനിക്ക് അവനെ കുറെ ഇഷ്ടപ്പെട്ട്. കാരണം എൻ്റെ കസിനും ഞങ്ങളുടെ സ്വന്തം ഫാമിലിയിൽ നിന്ന് ജനിച്ചതെന്നല്ല, അവൻ ഇതിനു മുമ്പ് ഒരു അനാഥയായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ തമ്മിലുള്ള ബന്ധം മോശമായിട്ട് എനിക്ക് തോന്നിയില്ല. ആ സമയത്ത് എപ്പോഴും എൻ്റെ കൂടെ അവൻ മാത്രമേ ഉള്ളായിരുന്നു. പക്ഷെ എനിക്ക് ലക്കില്ലാത്തോണ്ട് എൻ്റെ സന്തോഷം കുറെ ദിവസം നിലനിന്നില്ല. അവൻ കാരണം ഞാൻ പ്രഗ്നന്റ് ആയി. പക്ഷെ അവനെ അത് സമ്മതിച്ചില്ല. എനിക്ക് അവനോട് ദേഷ്യമൊന്നുമില്ല, കാരണം ഇതെന്റെ വിധിയ. ഞാൻ സ്നേഹിക്കുന്ന ആരും തന്നെ എൻ്റെ കൂടെ കാണത്തില്ല. അതിനുശേഷം അപ്പൻഡിക്സ് എന്ന് പറഞ്ഞ് എന്നെ ആശുപത്രി അഡ്മിറ്റ് ആക്കി. പിന്നെ എനിക്ക് മനസ്സിലായ എൻ്റെ അസുഖം വേറെ ആയിരുന്നെന്ന്. ഞാൻ ആ സമയത്ത് മൊത്തത്തിൽ പേടിച്ച് ഒറ്റപ്പെട്ട അവസ്ഥയിലായിരുന്നു. ഈ കാര്യം ആരോടും പറയാതെ ഞാൻ മരിക്കാൻ തീരുമാനിച്ചു. പക്ഷെ അവസാനം സ്കൂളിൽ ഇത് കണ്ടുപിടിച്ച് അവരെന്നെ കുറെ സപ്പോർട്ട് ചെയ്ത്. അങ്ങനെ അതുകൊണ്ട് മാത്രം ഞാൻ അതിനുശേഷം ജീവിച്ച്. എന്നിട്ട് അവസാനം ഈ കാര്യം അച്ഛനമ്മ അറിഞ്ഞ ഉടനെ എൻ്റെ രോഗം അവർക്കും പോകുമെന്ന് പറഞ്ഞ് ഞാനും കുറെ പേടിച്ചായിരുന്നു. പക്ഷെ അവർക്ക് എന്നോടുള്ള സ്നേഹം കാരണം അവരതൊന്നും തന്നെ കണക്കാട്ടില്ല. അതിനുശേഷം എൻ്റെ ജീവിതത്തിൽ വീണ്ടും എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ കൂടെ മാത്രം സന്തോഷമായിട്ട് ജീവിക്കാൻ സാധിച്ചു. കൊച്ചിൽ എനിക്ക് കിട്ടാത്ത എല്ലാ സന്തോഷവും എൻ്റെ അച്ഛനമ്മ എനിക്ക് വീണ്ടും തന്നു. പിന്നെ എനിക്ക് ഈ അസുഖം വന്നുകൊണ്ട് എനിക്ക് വിഷമമൊന്നുമില്ലായിരുന്നു. കാരണം ഇത് കാരണം എൻ്റെ അച്ഛനമ്മ എനിക്ക് വീണ്ടും കാണാൻ സാധിച്ചു. കൂടാതെ അവരെന്നെ എത്രമാത്രം സ്നേഹിച്ചെന്ന് എനിക്ക് അപ്പോഴാണ് മനസ്സിലായത്. എന്നിട്ട് അവൾ ആ വീഡിയോയ്ക്കകത്ത് സംസാരിച്ച കാര്യങ്ങളൊക്കെ കേട്ട് ചിന്നി പടന്ന് കരഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ ആ ഒരു സീനോടെ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് എടുത്തിരുന്ന് അതിനുശേഷം എന്തൊക്കെ സംഭവിക്കാൻ നമുക്ക് വെയിറ്റ് ചെയ്ത് അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരെ ടാറ്റ, ബൈ ബൈ.这夏日的味道，橘子汽水晚霞燃烧，一杯酒到但还爱啤酒的泡泡，我还是最喜欢你清澈的笑。你数着遥远的星光，你说相聚是渐渐的流浪，我都想陪你把每个夏夜点亮，虽然只是在交错的时空相互拥抱。
都随时间泛黄，只能对照片旁